നിങ്ങൾക്ക് സമാധാനം തരുവാൻ, നിങ്ങൾക്ക് ശാന്തി തരുവാൻ, നിങ്ങൾക്ക് രോഗസൗഖ്യം തരുവാൻ, നിങ്ങൾക്ക് ജീവിതം നൽകുവാൻ, നിത്യജീവനെ നൽകുവാൻ യേശു വരുന്നത് പോലെ ഈ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ായ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകമാണ്. ബൈബിളിലെ ബൈബിൾ എന്ന് പറയുന്ന യെശയ്യാ പ്രവചനത്തിൽ ആദ്യോടന്തം നാം പരിശോധിച്ചാൽ ഒരു വ്യക്തമായ തിരിച്ചറിവ് വചനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുന്നത് പോലെ തന്നെ ഒരു ബൈബിളിലെ ബൈബിൾ എന്നാണ് യെശയ്യാ പ്രവചനത്തെ നാം കാണുവാനായിട്ട് കഴിയുന്നത്. അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു തിരിച്ചറിവ്, വ്യക്തമായ ഒരു പഠനം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ 24-ാം അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ആ വചനഭാഗത്തിൽ ഇപ്രകാരമാണ് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു മനുഷ്യനും ഇന്ന് നാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഇന്നത്തെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വചനം അതിനു മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുൻപേ എഴുതി കുറിച്ചു വെച്ച ഭാഗങ്ങളാണ്, ആ വചനങ്ങളാണ് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ബൈബിൾ ഒരു പൊളിയല്ല കേട്ടോ. ബൈബിൾ യാഥാർത്ഥ്യമാ, ബൈബിൾ സത്യമാ, സത്യവേദ പുസ്തകം എന്നറിയപ്പെടുന്ന വചനം നാം മനസ്സിലാക്കാതെ പോയാൽ, നാം തിരിച്ചറിയാതെ പോയാൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ 2-ാം വാക്യത്തിൽ എങ്ങനെയാ വായിക്കുന്നത്? ഒന്നും 2 വാക്യങ്ങളിൽ എങ്ങനെയാ വായിക്കുന്നത്? യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവും ആക്കി കീഴ്മേൽ മറിക്കുകയും അതിൽ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. 2-ാം വാക്യം, ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ആർക്കാണ് വ്യത്യാസമുള്ളത്? എവിടെയാണ് വ്യത്യാസമുള്ളത്? ആർക്കും വ്യത്യാസമില്ലാത്ത രീതിയിൽ ആനന്ദത്തിനും ഉല്ലാസത്തിനും വേണ്ടി സാമ്പത്തികം ചെലവഴിച്ച് ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും വന്ന് ഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, യേശുവിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഈ വചനം സത്യവേദ പുസ്തകം എന്നറിയപ്പെടുന്ന ഈ വചനം സത്യമാണ്. ഇതിലെ പ്രവചനങ്ങൾ, ഇതിലെ വചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ വചനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാന വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ, 21 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാ വായിക്കുന്നത്. അന്നാളിൽ യഹോവ ഉന്നതത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ടവരെ സന്ദർശിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിൽ യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. ആകാശത്തിലെ മാറ്റങ്ങളെ കുറിച്ച് പ്രവാചകൻ ഇവിടെ വിവരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ആകാശത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. ലോകത്തിന്റെ സംഭവങ്ങൾ, ലക്ഷണങ്ങൾ ഉണ്ടാകും. യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. ഭൂമിയെ കുറിച്ച് ഇവിടെ പറയുന്നു. 18 മുതലുള്ള കാര്യങ്ങൾ. പേടികെട്ടും ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെടിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിടെ കിടങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കില്ല. പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ യേശു കാൽവറിയിൽ മരിച്ചു. അത് മനസ്സിലാകാതെ ജീവിക്കുന്ന മനുഷ്യൻ ഈ വചനത്തെ തിരിച്ചറിയുവാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഭൂമിയിലും ലോകത്തിലെ സംഭവങ്ങളും യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ലോകത്തിൽ പല ഭൂകമ്പങ്ങൾ നാം കണ്ടിട്ടുണ്ട്, പല ഭൂകമ്പങ്ങൾ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം തരുവാൻ, നിങ്ങൾക്ക് ശാന്തി തരുവാൻ, നിങ്ങൾക്ക് രോഗസൗഖ്യം തരുവാൻ, നിങ്ങൾക്ക് ജീവിതം നൽകുവാൻ, നിത്യജീവനെ നൽകുവാൻ യേശു വരുന്നത് പോലെ ഈ വചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. യേശു നമുക്ക് അതും ഇതും ലോകത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്ന ദൈവം മാത്രമല്ല, നമ്മെ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് ചേർക്കുവാനും കൂടെയുള്ള ദൈവമാണ്. അത് മനസ്സിലാക്കി അതിനുവേണ്ടി വ്യക്തവും തിട്ടവുമായ വചനത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ
ദൈവം നമ്മെ സഹായിക്കട്ടെ, അതിനായിട്ട് ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.